താരിഫ് വിഷയത്തിലെ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റത്തോടെ വിപണികൾ കുതിപ്പിൽ. സെൻസെക്സ് 1100 പോയിന്റ് ഉയർന്നു. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 1480 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 8745 രൂപയായി. ക്രിസ്റ്റീന ചെറിയാൻ വിശദാംശങ്ങളുമായി. ക്രിസ്റ്റീന, ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ദിനം സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. റെക്കോർഡ് വിലയാണ്. കേരളത്തിൽ ഈ 70,000-ലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് അനുജ. ലോകം ഇതുവരെ കാണാത്ത തരത്തിലാണ് സ്വർണ്ണവില കുതിച്ചുയരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ നോക്കിയാൽ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പ് കാണാം. അതിനുള്ള പ്രധാന കാരണം റിസർവ് ബാങ്കുകൾ പല രാജ്യത്തിൻ്റെയും സ്വർണം വാങ്ങിക്കൂട്ടിയതും ഒപ്പം തന്നെ പല റിസർവ് ബാങ്കുകളും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കും എന്ന തോന്നലുകളുമാണ്. അതിൻ്റെ ഭാഗമായി വില കൂടിക്കൊണ്ടേയിരുന്നു. അതിനോടൊപ്പം ഈ വിലക്കയറ്റത്തെ ആളിക്കത്തിക്കാൻ പാകത്തിലാണ് ട്രംപിൻ്റെ താരിഫ് നയം കൂടി വന്നിരിക്കുന്നത്. അതോടുകൂടെ തികച്ചും സ്വർണ്ണമാണ് ഒരു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് കൂട്ടമായി തിരിഞ്ഞതോടെയാണ് സ്വർണ്ണവില ഈ രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങിയത്. ഇനി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി ഔൺസിന് $3200 കടന്നിരിക്കുകയാണ്. അത് $3219 വരെ എത്തിയാണ് വ്യാപാരം ഇന്നലെ അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ സംസ്ഥാനത്തെ സ്വർണ്ണ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണ്ണവില കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് മാത്രം സ്വർണ്ണത്തിന് കൂടിയത് 1640 രൂപയാണ്. പവനിന്ന് 69,960 രൂപയാണ് വില. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഒരു പവന്റെ വിലയിൽ 4140 രൂപയാണ് വർധനയുണ്ടായത്. ഇന്ന് ഗ്രാമിന്റെ വില 8745 രൂപയാണ്. ഒപ്പം തന്നെ ഇനി നമ്മൾ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് 1400 പോയിന്റ് ഉയർന്നു. അമേരിക്കൻ വിപണികളിൽ ഒരു തകർച്ച ദൃശ്യമായെങ്കിൽ കൂടെ ട്രംപ് ഇറക്കുമതി തീരുവയിൽ ഒരു സമവായത്തിലേക്ക് പോകുന്നു, ഒരു 90 ദിവസത്തെ സാവകാശം കൊടുക്കുന്നു എന്നത് ഇന്ത്യൻ വിപണികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളും ഇന്ന് പച്ചയിലാണ്. ദേശീയ ഓഹരി വിപണി 22,000-ന് മുകളിൽ ആണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപണികളിൽ എല്ലാ മേഖലകളും കുതിപ്പിലാണ്. പക്ഷേ സ്വർണം അതേപോലെ കയറ്റത്തിൽ നിൽക്കുകയാണ്. വിവാഹ പാർട്ടികൾക്കും സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും വലിയ തിരിച്ചടിയാണ്. ഒരു പവൻ സ്വർണം 5% പണിക്കൂലിയിൽ ആഭരണ രൂപത്തിൽ ഒരു മാലയോ വളയോ നമ്മൾ എടുക്കണമെങ്കിൽ 75,000 രൂപ കൊടുക്കണം. 2 പവൻ സ്വർണത്തിന് 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ട്രംപ് എന്ത് ചെയ്യും എന്നത് അറിയാത്തത് കൊണ്ട് വിപണികളിലും അതേപോലെ തന്നെ സ്വർണ്ണ വിപണിയിലും ഒക്കെ ഒരു ആശങ്കയും അനിശ്ചിതത്വവും ചാഞ്ചാട്ടവും നിലനിൽക്കുകയാണ്. അനുജ, ഓഹരി വിപണിയിൽ വലിയ കുതിപ്പ്. അതിനിടെ സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പുണ്ടാകുന്നു. പവന് ഒറ്റയടിക്ക് 1480 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 8745 രൂപ. റെക്കോർഡ് വിലയിലേക്ക് സ്വർണ്ണവില കുതിക്കുന്നു.